കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് അറിയേണ്ടതായ മെയിൻ രണ്ട് കാര്യങ്ങളാണ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആൻഡ് നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. ഡിഡക്റ്റബിൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാണിക്കാൻ പറ്റുന്ന ചില ചെലവുകളാണ്. അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ സാലറീസ്, റെന്റ്, യൂട്ടിലിറ്റീസ്, ഓഫീസ് സപ്ലൈസ്, മാർക്കറ്റിംഗ് കോസ്റ്റ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എബിറ്റഡ് 30% വരെ എടുക്കാൻ പറ്റുള്ളൂ. ഒരു ടാക്സ് പീരീഡിൽ 30% വരെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കത് 10 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. പിന്നുള്ളതാണ് എന്റർടൈൻമെന്റ് എക്സ്പെൻസ്. എന്റർടൈൻമെന്റ് എക്സ്പെൻസ് 50% വരെ എടുക്കാൻ അലൗഡ് ഉള്ളൂ. രണ്ടാമതായി നമ്മൾ പറഞ്ഞ കാര്യമാണ് നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് പറയുമ്പോൾ നമുക്ക് കുറക്കാൻ പറ്റാത്ത എക്സ്പെൻസ് ആണ്. ഇത് നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറക്കാൻ പറ്റില്ല. അതായത് എക്സംപ്റ്റ് ഇൻകം. എക്സംപ്റ്റ് ഇൻകത്തെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നുള്ളതാണ് പേഴ്സണൽ എക്സ്പെൻസ്. പേഴ്സണൽ എക്സ്പെൻസ് ഒന്നും നമുക്ക് കുറക്കാൻ പറ്റില്ല. പിന്നെ ഫൈൻസ് ആൻഡ് പെനാലിറ്റീസ്, നമുക്ക് വരുന്ന ഫൈനൊന്നും നമുക്ക് ഇതിൽ നിന്ന് കുറക്കാൻ പറ്റില്ല. പിന്നെയുള്ളതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ്, അത് നമുക്ക് മുമ്പ് ഡിപ്രിസിയേഷൻ കോസ്റ്റ് ആയിട്ട് മുമ്പ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നതാണ് ചില എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡൊണേഷൻസ്, അത് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടിന്റെ ഡിഫറൻസ് അറിയൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.